UAE-യിൽ ഇനി മുതൽ എല്ലാ ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകർക്കും ഈ പാസ്പോർട്ടാണ് വിതരണം ചെയ്യുകയെന്നാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒക്ടോബർ 28-ന് ശേഷം അപേക്ഷിക്കുന്ന എല്ലാവർക്കും ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങുന്ന ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടാണ് നൽകുക. എന്നാൽ ഇതിനായി ബയോമെട്രിക് വിവരങ്ങൾ പ്രത്യേകം ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ സാധാരണ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് അത് കാലാവധി കഴിയുന്നതുവരെ തടസ്സമില്ലാതെ ഉപയോഗിക്കാനും കഴിയും. പാസ്പോർട്ട് അപേക്ഷാ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ഷിനോജ ഷംസുദ്ദീനാണ് ചേരുന്നത്. ഷിനോജ, ഇനി മുതൽ പാസ്പോർട്ട് അപേക്ഷകർക്ക് ഈ പാസ്പോർട്ടാണ് നൽകാൻ പോകുന്നത്. അതെന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്? UAE-യിലെ അംബാസഡറുടെ ചുമതലയുള്ള ഷർഷേദ് എ അമർനാഥും കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവനുമാണ് ഈ പാസ്പോർട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ഒക്ടോബർ 28-ന് ശേഷം അപേക്ഷിക്കുന്ന എല്ലാ പാസ്പോർട്ടുകളും അപേക്ഷകർക്ക് നൽകുന്ന എല്ലാ പാസ്പോർട്ടുകളും ഈ പാസ്പോർട്ടുകളായിരിക്കും. ഈ പാസ്പോർട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ചിപ്പ്, ഇലക്ട്രോണിക് ചിപ്പ് അശോക സ്തംഭത്തിൻ്റെ താഴെയായി കാണാൻ കഴിയും എന്നുള്ളതാണ്. ഈ ബയോമെട്രിക് വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും UAE-യിൽ പ്രത്യേകമായി ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു നടപടി ഉണ്ടാവില്ല എന്നാണ് അധികൃതർ അറിയിച്ചത്. അതായത് ഇന്ത്യയിൽ ബയോമെട്രിക് വിവരങ്ങൾ പ്രത്യേകം ശേഖരിക്കുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAE-യിൽ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു നടപടി ഉണ്ടാവില്ല. പക്ഷേ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ഫോട്ടോയായിരിക്കണം ഇതിനായി അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. So the biggest enhancement in the e-passport is the embedded chip which will be there, which is an added security feature. One thing that I would like to add, which is different from the previous version, is the requirement of ICAO compliant photographs. This is a significant difference from the previous process. Currently in the embassies and consulates abroad, there is no physical biometric collection. ഈ പാസ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആഗോളതലത്തിൽ മിക്ക എയർപോർട്ടുകളിലും വളരെ സുഗമമായി കടന്നു പോകുന്നതിനുള്ള സൗകര്യം ഈ പാസ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഇത് റീഡ് ചെയ്യുന്ന സൗകര്യം വിവിധ വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാസ്പോർട്ട് വ്യാജൻ ഉണ്ടാക്കിയാലും ഇതിനകത്തെ വിവരങ്ങൾ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന് പ്രത്യേകതയായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വ്യാജ പാസ്പോർട്ടുമായി വിമാനത്താവളങ്ങളിലൂടെ കടന്നു പോകുന്നത് ഒഴിവാക്കാൻ ഈ പാസ്പോർട്ടിൻ്റെ വരവോടുകൂടി കഴിയുമെന്നാണ് അധികൃതർ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഈ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോഴും ഇതിൻ്റെ നിരക്കിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. അപേക്ഷിക്കുന്ന നടപടിക്രമങ്ങളെല്ലാം പഴയതുപോലെ തുടരും. പക്ഷേ മുഴുവൻ വിവരങ്ങളും ഓൺലൈനായി വെബ്സൈറ്റിൽ നൽകാൻ അപേക്ഷകന് തന്നെ സാധിക്കുകയും ഈ അപേക്ഷയും പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതും തമ്മിലുള്ള സമയം കുറയ്ക്കുന്നതിനും സാധിക്കും എന്നാണ് അധികൃതർ വിശദീകരിച്ചിട്ടുള്ളത്. അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോജ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.